الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وصحبه الشرف. أما بعد. വളരെ ബഹുവന്ദരായ സമാദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളായ ഉസ്താദ് അസ്ഗർ അലി ഫൈസി, വളരെ സമാദരണീയരായ ഉസ്താദ് വളവണ്ണ അബൂബക്കർ ദാരിമി അടക്കമുള്ള പണ്ഡിതന്മാരെ, SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് മൗലവി അടക്കമുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, SKSF ഏകദേശം സംസ്ഥാനമുടനീളം മേഖലാതലത്തിൽ നടത്തി വരുന്ന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിൻ്റെ കുന്നമംഗലം മേഖലാ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു നമ്മുടെ ഈ അധ്വാനം, സംഗമം, ഇതിനോടുള്ള ഈ സ്നേഹവായ്പ, ആദർശ പ്രതിബദ്ധത പരലോകത്തിൽ പ്രതിഫലാർഹമായ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ നിലപാടുകളെല്ലാം ഒരു ചെറിയ ആയുസ് എന്നുള്ള നിലയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും മൂല്യമുള്ളതുമൊക്കെയാണ്. നമ്മൾ ആശയജീവികളാണ്. മനുഷ്യരുടെ മാത്രം പ്രത്യേകതയാണ് ചിന്തിക്കാനും വിചാരിക്കാനും ആശയങ്ങളെ രൂപപ്പെടുത്താനും ഒക്കെയുള്ള കഴിവ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഇനി അവസാനത്തെ മനുഷ്യൻ വരുന്നത് വരെ അവരെല്ലാം വ്യത്യസ്തമായ ആശയങ്ങളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഒക്കെ രൂപീകരിക്കുകയും വെച്ച് പുലർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അത് അവനവനും സ്വന്തം സമൂഹത്തിനും ദ്രോഹകരമല്ലാത്ത നിലയിൽ, ഉപദ്രവകരമല്ലാത്ത നിലയിൽ ആയിത്തീരുക എന്നുള്ളത് പരമ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. അതൊരു പുതിയ കാഴ്ചപ്പാടല്ല. ഒന്നാമത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തന്നെയായിരുന്നു. മനുഷ്യനുണ്ടായത് മുതൽ പറയുന്നൊരു മുദ്രാവാക്യമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ, വ്യക്തമായ ഒരു കാര്യമാണ് ഇതിനൊരു നാഥൻ, ഒരു പടച്ചവൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഒരു മുട്ടുസൂചി പോലും സ്വമേധയാ ഉണ്ടാവില്ലെങ്കിൽ അറ്റമനന്തമായ ഊഹങ്ങൾക്കും കണക്കുകൾക്കും ഒരിക്കലും ഒതുങ്ങാത്ത അതിസങ്കീർണമായ എന്നാൽ സുന്ദരമായ, ലളിതമായ എന്നാൽ ശക്തവും ഭദ്രവുമായ ഈ സംവിധാനങ്ങൾക്ക് പിറകിൽ സ്വോദ്ദേശപൂർണമായ ഒരു സംവിധായകൻ, ആസൂത്രകൻ ഉണ്ടായിരിക്കണം. അത് കുറെ പേർ പാടില്ല, ഒന്നേ ഉണ്ടാകാവൂ. ഉണ്ടായിരിക്കണം, എന്നാൽ ഒന്നേ ഉണ്ടാകാവൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അവരെല്ലാം
മനുഷ്യന്റെ മനസ്സുകളെയും മനുഷ്യന്റെ ആത്മാക്കളെയും സംസ്കരിക്കാനാണ് ഉത്സാഹിച്ചത്. ഭൗതികമായ ഏതെങ്കിലും കാര്യം പരിചയപ്പെടുത്താനോ വികസിപ്പിക്കാനോ പരിപോഷിപ്പിക്കാനോ പ്രവാചകന്മാർ വന്നിട്ടില്ല. അവരെല്ലാം പറഞ്ഞ കാര്യം നമ്മുടെ അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ സൃഷ്ടാവിന്റെ സംതൃപ്തി എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മരണാനന്തര വിജയം എന്നുള്ളതാണ്. അതല്ലാത്ത ഒരു ഉദ്ദേശ്യം പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ അനുചരന്മാരും അതല്ലാത്തതൊന്നും സമൂഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. കച്ചവടത്തിൽ എങ്ങനെ എളുപ്പത്തിൽ ചെറിയ നിക്ഷേപം, ചെറിയൊരു മൂലധനം കൊണ്ട് വൻ ലാഭം കൊയ്യാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു നബിയും ചരിത്രത്തിൽ വന്നിട്ടില്ല, പോയിട്ടില്ല. കുറച്ച് മെറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഭദ്രമായി എങ്ങനെ ഒരു വീട് ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു പ്രവാചകനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചക അനുയായിയും ലോകത്ത് വന്നിട്ടില്ല, ജീവിച്ചിട്ടില്ല, പോയിട്ടില്ല. സ്വാഭാവികമായി അതൊക്കെ അവരുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി വരും. റേഷനിങ് സംവിധാനം കൊണ്ടുവന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ, നിർമ്മാണ കലയെക്കുറിച്ച് സംസാരിച്ച സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിനെ പോലെ, രാജ്യഭരണത്തിന്റെ വ്യവസ്ഥകൾ പരിചയപ്പെടുത്തി കൊടുത്ത സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാമിനെ പോലെ. പക്ഷെ അവരാരും തന്നെ വന്നിട്ടുള്ളത് അതൊന്നും പറയാനല്ല. അതിന്റെ ഇങ്ങേ തലക്കിലുള്ള ഖത്മുൻ നുബുവത്ത്, പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയും സമ്പൂർണിമയും പരിപൂർണതയുമായിരുന്നു അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാൾ വരെ ഭദ്രമായ, മറ്റൊന്നും ആവശ്യമില്ലാത്ത വിധം സമഗ്രമായ, അന്യോന്യമായ, വ്യവസ്ഥാപിതമായ, ശാസ്ത്രീയമായ, യുക്തിബദ്ധമായ ഒരു നിയമാവലി, ഒരു വ്യവസ്ഥ, ഒരു പ്രാപഞ്ചിക വീക്ഷണം, ഒരു ലോക വീക്ഷണം പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതാണ് നമ്മുടെ ആദർശം, വേറൊന്നുമല്ല. ഈ പ്രസ്ഥാനത്തിന് 100 വർഷമായി എന്ന് പറഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷന് 100 കൊല്ലമായി എന്നേ അതിനർത്ഥമുള്ളൂ. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ട് 100 കൊല്ലമേ ആയിട്ടുള്ളൂ എന്നേ നമുക്ക് ചിന്തിക്കാൻ ആ അർത്ഥത്തിൽ പറ്റൂ. സൊസൈറ്റി ആക്ട് പ്രകാരം അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള കൊല്ലമാണ് ഒരു ശതാബ്ദി. ആ ആശയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ശതാബ്ദിയും സഹസ്രാബ്ദവും ഒന്നുമല്ല. എപ്പോൾ മുതലാണോ മനുഷ്യന് വഹി കിട്ടാൻ തുടങ്ങിയത്, ആ ആശയമാണ് ഈ ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന് വഴി പറഞ്ഞു കൊടുക്കാൻ മനുഷ്യരിൽപ്പെട്ട സവിശേഷക്കാരായ പ്രവാചകന്മാർ വരേണ്ടതുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ പറഞ്ഞ ആശയമാണ്. ആശയം തന്നെയാണ് നമ്മുടെ ഈ ആശയം. നമ്മുടെ കേരളത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മദീനയിൽ പരിശുദ്ധ ഭൂമികയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ദീൻ പറയുന്ന കാലത്ത് തന്നെ ഈ പരിശുദ്ധമായ ഇസ്ലാം വന്നു. നമ്മുടെ കാലം വരെ അത് വ്യത്യാസങ്ങളില്ലാതെ അതിന് ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ കാഴ്ചപ്പാടും ഈ രീതിവിശേഷങ്ങളും സ്വഭാവങ്ങളുമെല്ലാം അത് തന്നെയായിരുന്നു പ്രവാചകന്റെ കാലത്ത് കിട്ടിയ ഇസ്ലാമിന്റെയും രീതി എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മളെല്ലാം അഹ്ലു ബൈത്തിനെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ഒരു 4-മത്തെ അല്ലെങ്കിൽ 5-മത്തെ ഒക്കെ ബാപ്പ ഈ നാട്ടിലെ അടിസ്ഥാനപരമായ ഒരു ദ്രവീഡിയനായിരിക്കും. ചിലപ്പോ 5-നേക്കാൾ കുറച്ചുകൂടി പോകും, അല്ലെങ്കിൽ 5 പോലും എത്തില്ല. ഈ അഹ്ലു ബൈത്തിന്റെ പ്രത്യേകത അതാണല്ലോ.
അഹ്ലു ബൈത്തിന്റെ പ്രത്യേകത അതാണല്ലോ. അപ്പൊ അവരുടെ ഈ നാട്ടുകാരായ പഴയ ഹൈന്ദവ സഹോദരങ്ങൾ ദ്രവീഡിയന്മാർ ഇങ്ങോട്ട് വന്നപ്പോ സ്വാഭാവികമായി ഇസ്ലാമിലേക്ക് അവർ വന്നിട്ടേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ മാനുഷികമായി ഇസ്ലാമിന്റെ ഉള്ളിൽ വന്നാലും ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിന്റെ ചില രീതികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പള്ളി കെട്ടുമ്പോൾ, പാഠശാലകൾ പണിയുമ്പോൾ, അതേപോലെ ആരാധനകളുമായി ബന്ധപ്പെട്ട ചില സൗകര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഉള്ള സമാനത അത് ചരിത്രകാരന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നിസ്കാരപ്പള്ളി നമ്മൾ ചിലപ്പോൾ പറയും സ്രാമ്പി, അല്ലെങ്കിൽ സ്രാമ്പിക്കൽ, തൈക്കാവ്, അങ്ങനെ പലതും ഈ ഉൾഗ്രാമങ്ങളിലുള്ള നിസ്കാരപ്പള്ളി. എന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇസ്ലാമിന്റെ തനത് രൂപം ഏതാണ് എന്നുള്ള ചരിത്രപരമായ അന്വേഷണമാണ്. എന്നാൽ ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാലയങ്ങളിലും ഈ സ്രാമ്പികൾ കാണാം. സ്രാമ്പിക്കൽ ഭഗവതി ക്ഷേത്രം, അതേപോലെ തൃശ്ശൂരിലൊരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ കാണിച്ചു തന്നിട്ടുണ്ട്, അതായിരിക്കും ശരി. കേരളത്തിൽ ഒരുപാട് സ്രാമ്പികൾ അല്ലെങ്കിൽ സ്രാമ്പിക്കൽ ക്ഷേത്രങ്ങളുണ്ട്. ഈ സ്രാമ്പികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം നമ്മുടെ സറാമ്പി എന്ന് നമ്മൾ പറയുന്ന സ്രാമ്പികൾ, സുന്നി ആചാരങ്ങൾ നടക്കുന്ന പള്ളികൾ മാത്രമാണ്. നമ്മുടെ നവീനാശയക്കാർ എന്ന് പറയുന്ന സലഫി അല്ലെങ്കിൽ മൗദൂദി അല്ലെങ്കിൽ അതേപോലെയുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ ഒരു മതപരമായ പ്രാക്ടീസുകൾ നടക്കുന്ന സ്രാമ്പികൾ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ചരിത്രപരമായി പഠന വിധേയമാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ പള്ളികൾക്കും സ്രാമ്പികൾ എന്ന് പറയില്ല. മരം കൊണ്ടുണ്ടാക്കിയ ഈ കോവിലകമുള്ള മരത്തിന്റെ ഒരു കൂടുണ്ടല്ലോ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ, ആ കോവിലകങ്ങളുള്ള മരം കൊണ്ടുണ്ടാക്കിയ നമസ്കാര പള്ളികൾക്കാണ് സ്രാമ്പികൾ എന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ വലിയ മലയുടെയൊക്കെ മുകളിൽ, പാറയുടെയൊക്കെ മുകളിൽ ചില നമസ്കാര പള്ളികളുണ്ട്. അതും കേരളത്തിൽ മലബാറിൽ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ ഒരുപാട് സ്രാമ്പികളുണ്ട്. അതേ ആകൃതിയിൽ തന്നെയാണ് സ്രാമ്പി ക്ഷേത്രങ്ങളുമുള്ളത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്ഷേത്രങ്ങൾ പള്ളികളാക്കി മാറ്റിയതാണ് എന്ന് അതേക്കുറിച്ചൊക്കെ നറേറ്റീവുകൾ വരുന്നുവെങ്കിലും വാസ്തവം അതല്ല. വാസ്തവം നമ്മൾ പറയുന്ന കാര്യമാണ്. ഇവിടെ പണ്ട് കാലത്ത് ഈ ദ്രവീഡിയൻ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന കാലത്ത് ഇസ്ലാം പറയാൻ സൂഫികൾ വന്ന ആ സന്ദർഭം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാതീയത, കാസ്റ്റ് സിസ്റ്റം, അക്ഷരാഭ്യാസം പഠിക്കാൻ താഴ്ന്നവർക്ക് അവകാശമില്ല, മാറുമറക്കാൻ അവകാശമില്ല, മുഖ്യധാര സമൂഹത്തിൽ അവർക്ക് ഇടപെടാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇസ്ലാമുമായി ഇവർ വരുന്നത്. അപ്പോ ആ ദ്രവീഡിയൻ ഇസ്ലാമിലേക്ക് വന്നപ്പോ സയ്യിദുനാ ഉമർ അൽ ഖാദി അദ്ദേഹം റഹിമഹുല്ലാഹ് താനൂരെ പള്ളിയിലെ മുദരിസായിരുന്നു. പള്ളിമുറ്റത്ത് രണ്ടുപേർ തമ്മിൽ വലിയ തർക്കം ഒരു വെള്ളിയാഴ്ച രാവിലെ. അപ്പൊ അതിൽ ഒരു മൂപ്പൻ അതിലെ താഴ്ന്നവരോട് പറയുകയാണ്, എന്റെയൊക്കെ തറവാട് ഏതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണ്ടേ, ഞാനൊക്കെ ഏത് വീട്ടിൽ ജനിച്ചതാണെന്ന്. ഇത് പറഞ്ഞപ്പോഴാണ് ഉമർ ഖാദി, സർഗാത്മകനായ ഉമർ ഖാദി പോയി
ഒരു വാക്ക് നാവ് കൊണ്ട് പറയാതെ ആ യാഥാർത്ഥ്യം ചുമരിൽ എഴുതിയത്. അയാഫാഖിറം ബിൻ നസബ്, തറവാടിത്തം പറഞ്ഞ് പെരുമ കൊള്ളുന്നവനെ കൈഫത്ത ഫാഖുറു, നിനക്കങ്ങനെ സാധിക്കുന്നടാ അതിന്. കാരണം അസ്ലൂക്ക് മൂമിൻ കബിൽ, നിന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ തീയൻവ നായറു ആശാരി മൂശാരി, തീയനാകാം, നായറാകാം, ആശാരിയാകാം, മൂശാരിയാകാം, നായാടിയാവാം, മണ്ണാനാവാം, പറയറാവാം, ഷെട്ടിയാവാം, ആരുമാകാം, ദ്രവീഡിയൻസിൽപ്പെട്ട ആരുമാകാം. എന്നിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പോ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നവർ കെട്ടിയ പള്ളി, ആ പള്ളികളിൽ ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന സുന്നി ആചാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട്? ചരിത്രപരമായി അതിനൊരു കാരണം ഉണ്ടാകണല്ലോ. തൈക്കാവുകളിലും സ്രാമ്പിക്കൽ പള്ളികളിലും സ്രാമ്പി പള്ളികളിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ ഏതാണ്ട് എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്ന ആചാരങ്ങൾ മുസ്ലിം ഇന്ന് നാം അനുഷ്ഠിക്കുന്ന സുന്നി ആചാരാനുഷ്ഠാനങ്ങൾ ആയതിന്റെ കാരണം അവർ കണ്ട പ്രവാചകരുടെ തൊട്ട് കാലശേഷമുള്ള സ്വഹാബികളും സൂഫികളും താബീങ്ങളും അവർക്ക് കൊടുത്ത ഇസ്ലാം, ഈ ഇസ്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം ആയതുകൊണ്ടാണ്. ബാക്കി ഇറക്കുമതി ചെയ്യപ്പെട്ട ഇസ്ലാമാണ്. ഈ തനതായ ഇസ്ലാം എന്ന് പറയുന്നത് സൂഫി ഇസ്ലാമാണ്. സൂഫികളും സാമികളും കൂടി ഉണ്ടാക്കിയ ഒരു മൈത്രിയാണ് മലയാളത്തിന്റെ പരമ്പരാഗതമായ മനുഷ്യ മൈത്രി. അതീ പറയുന്ന ഒരു ശ്രാമ്പിക്കൽ സാദൃശ്യം മാത്രമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ദർഗകൾ, മസാറുകൾ, മതപരമായി തശബ്ബുഹ്, സാദൃശ്യം വരാത്ത തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എവിടെയും കാണാം. ഇപ്പൊ നിലവിളക്ക് ക്ഷേത്രങ്ങളിലുമുണ്ട്, ദർഗകളിലുമുണ്ട്. ക്ഷേത്രങ്ങളിലുള്ളതിനെ ദർഗകളിൽ അനുകരിക്കുകയല്ലേ എന്നിവർ ആക്ഷേപിക്കും. പക്ഷെ അങ്ങനെ ആക്ഷേപിക്കുന്ന ആ ഒരു ആലോചനയുടെ ഒരു മറുപുറം എന്താ? ഈ ക്ഷേത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അവർക്ക് കിട്ടിയ ഇസ്ലാം ഇതേപോലെ ക്ഷേത്രങ്ങളിലെ നിലവിളക്ക് ദർഗകളിലേക്ക് മാറ്റുന്ന ഒരു ഇസ്ലാമായിരുന്നു. കാരണം ക്ഷേത്രങ്ങളിലെ ആയാലും ദർഗകളിലായാലും നിലവിളക്കിന്റെ ചുമതല വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ്. അത് നിലയുള്ള വിളക്കായാലും നിലയില്ലാത്ത വിളക്കായാലും വെളിച്ചം കൊടുക്കാൻ ഒരു വിളക്ക് വേണം. അന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഒരു എലൈറ്റ്, ഒരു സുപ്രീം വിളക്ക്, ഒരു പ്രീമിയം വിളക്ക് നിലവിളക്കായിരുന്നു. അവിടെയും ചന്ദനത്തിരി, ഇവിടെയും ചന്ദനത്തിരി, അവിടെയും സാമ്പ്രാണിപ്പുക, ഇവിടെയും സാമ്പ്രാണിപ്പുക, അവിടെയും അവലും പഴവും, ഇവിടെയും അവലും പഴവും, ഇവിടെ ചീരണി, അവിടെ പ്രസാദം. ഇത് ആരാധനാപരമായ സാദൃശ്യമല്ല. ഈ നാടിന്റെ അടിസ്ഥാന ജനത ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവിടെ സൂഫികൾ അവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നിങ്ങൾ ആരാധിക്കുന്ന കല്ലിലോ മുള്ളിലോ ദേവീ ദേവന്മാരിലോ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെ ആരാധിക്കപ്പെടുന്ന ജഡികവും ഭൗതികവുമായ വസ്തുക്കളിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല, മറിച്ച് അരൂപിയായ, അതൃക്കായ, അഭൗതികനായ, അനാദിയായ അല്ലാഹുവിലാണ് പരമസത്യമുള്ളത്. ആ വിശ്വാസത്തെ മാറ്റുകയും എന്നാൽ നാടിന്റെ സംസ്കാരത്തെ വിശ്വാസത്തോട് എതിരാകാത്തത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഒരു ബഹുസ്വരത ഇവിടെ സൂഫികൾ ബാക്കിയാക്കി. എത്ര വിശാലമായ വീക്ഷണമാണത്!
കേരളത്തിന്റെ പ്രാദേശികമായ സംസ്കാരത്തെ ഒരിക്കലും ഇവിടത്തേക്ക് കടന്നു വന്ന സൂഫികൾ ചോദ്യം ചെയ്തില്ല. അതിനെ നിലനിർത്തുക മാത്രമല്ല ചെയ്തത്, അതിനെ ആരാധനയുടെ കൂടെ ഭാഗമാക്കുകയാണ്. കാരണം അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വഴിയാണത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണ് നമ്മളല്ല. സ്വാഭാവികമായി അതിൽ വരുന്ന വഴിയിലാണ് യഹൂദ, ക്രൈസ്തവ, സെമിറ്റിക് സംസ്കാരങ്ങളെല്ലാം ഉള്ളത്. പ്രവാചകൻ വന്നപ്പോ ഇസ്ലാമിനോട് എതിരാകാത്ത സെമിറ്റിക് സംസ്കാരങ്ങളെ നിലനിർത്തി ഇസ്ലാമിന്റെ ഭാഗമാക്കി. മദീനയിൽ അല്ലെങ്കിൽ ഫത്ഹു മക്ക ഉണ്ടായപ്പോ ഒരു സുന്നത്ത് കല്യാണ സംഗമം നടന്നത് ഹദീസിന് എവിടെയെങ്കിലും ഉണ്ടോ? ആലോചിച്ചോക്കൂ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പ്രവാചകന്റെ വഴിയിലേക്ക്, പ്രവാചകന്റെ സുന്നത്തിലേക്ക് വന്നിരിക്കുന്നു. മദീനയിലും മക്കയിലുമൊക്കെ, പ്രത്യേകിച്ച് അവസാന കാലങ്ങളിൽ. പക്ഷെ മദീനയിൽ എവിടെയെങ്കിലും ഒരു ചേലാകർമ്മ സംഗമം, ഒരു സുന്നത്ത് കല്യാണ സംഗമം, ഒരു മാർഗം കല്യാണ സംഗമം ഉണ്ടായോ? ഇല്ല. അതിനെ ഇസ്ലാം നിലനിർത്തി. കാരണം അത് സെമിറ്റിക് സംസ്കാരമായിരുന്നു. യഹൂദ, ക്രൈസ്തവ രീതികൾ ആണെങ്കിലും അത് സ്ഥാപിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന പ്രാദേശികമായ സാംസ്കാരികമായ ശീലങ്ങളിൽ നിന്ന് കൊള്ളാവുന്നതിനെ നിലനിർത്തുക, ആ നാടിന്റെ രീതിയെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രവാചകന്റെ മാതൃക. കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന ആളുകൾ, സൂഫികൾ, അതിനെ അപ്പടി നിലനിർത്തി. സുന്നികളെ ഒന്നുകൂടി അപ്ഡേറ്റ് വരുത്തണം, അപ്ഡേഷൻ ചെയ്യണം. അത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കാം അല്ലേ? സത്താർക്ക് എന്തെങ്കിലും വലിയൊരു നോട്ടയുടെ എന്റെ കീശ. സത്താറൊക്കെ ഇടുന്നുണ്ട്. ബിസ്മില്ലാഹ്. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ഇപ്പൊ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദൈനംദിന വിവാദ കാലമാണല്ലോ. വാർഷിക വിവാദവും പ്രതിമാസ വിവാദവും പ്രതിവാര വിവാദവും ഒക്കെ പോയി ഇപ്പൊ പ്രതിദിന വിവാദങ്ങൾ, പ്രതിനാഴിക, പ്രതിസമയ വിവാദങ്ങളൊക്കെ ആവുന്നു. അവിടെ ചാനലുകാർ വരെ പറയുന്നൊരു വർത്താനമുണ്ട്. എന്താ? ഇവിടെയുള്ള സുന്നികളെ നവീകരിക്കേണ്ടത് ഈ നാടിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ആവശ്യമാണ്. പക്ഷെ നമ്മളല്ലേ ഈ നാടിനെ ഉണ്ടാക്കിയത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശമുള്ളത് കൊണ്ടല്ലേ ഈ നാട് ബാക്കിയായത്. സ്വാമിമാർക്കൊപ്പം സൂഫിമാർ ചേർന്നത് കൊണ്ടല്ലേ. ഇപ്പൊ മലയാളം അതിനു മുമ്പോ അതിന് ശേഷമോ കാണാത്ത ഏറ്റവും പ്രതിപാദനനായ മലയാളി, ഏറ്റവും പ്രതിപാദനനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഏറ്റവും ചുരുങ്ങിയത് 10 മാറുന്ന ഷുജായി മൊയ്ദ് മുസ്ലിയാർ. നിങ്ങൾക്കും നമുക്കും അതിൽ തർക്കമില്ലല്ലോ. പേർഷ്യൻ ഭാഷയിൽ ഗ്രന്ഥം എഴുതി ഏക മലയാളി, മലയാളേതര ഭാഷയിൽ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതി ഏക മലയാളി, പൂന്താനം നമ്പൂതിരിക്ക് പോലും കാവ്യരചനയുടെ ബിംബങ്ങൾ കൊടുത്ത സർഗാത്മകനായ ദാർശനികനായ മലയാളി. ഷുജായിയുടെ കവിതകളുടെ സ്വാധീനം കേരളത്തിൽ എത്ര ഹൈന്ദവ സന്യാസിമാരെ, എത്ര ഹൈന്ദവ മുനിമാരെ ചിന്തിപ്പിച്ചു, പ്രചോദിപ്പിച്ചു. കുഞ്ഞായിൻ മുസ്ലിയാരുടെ സംഭാവനകൾ, ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖായ കുഞ്ഞായി, തലശ്ശേരി സൈദാർ പള്ളിക്കാരനായ കുഞ്ഞായി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ കപ്പൽ പാട്ട് എന്ന കപ്പപ്പാട്ട്, ഷിപ്സോ, ഒരു കാലഘട്ടത്തിൽ മലയാളത്തിന്റെ സർഗാത്മക സംഭാവനയായി വൈദേശിക ലോകം വാഴ്ത്തിയ കൃതിയാണ് നമ്മുടെ സബീനയിലുള്ള ഈ കപ്പപ്പാട്ട്. അംഗീകരിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു. അനുമോദന കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ ഇപ്പൊ അടുത്ത് വന്നത് കൊണ്ടാണ്. അതൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ
കുഞ്ഞായിൻ മുസ്ലിയാർക്കും ഷുജായി മൊയ്ത് മുസ്ലിയാർക്കും കേരളം അവാർഡ് കൊടുത്ത് തീരില്ലായിരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെ. അങ്ങനെ പിന്നീട് രണ്ടുപേരെ മലയാളം പ്രസവിച്ചിട്ടില്ല. ഷുജായിയുടെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും ചെരുപ്പെടുക്കാൻ മാത്രം യോഗ്യതയുള്ള സാഹിത്യകാരന്മാർ പോലും, ദാർശനിക സാഹിത്യകാരന്മാർ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗത്തിൽ. അവരുടെ വഴി ഏതാണ്? ഈ തലേക്കെട്ടുകാരെ കൊണ്ട് തോറ്റു എന്നാണ് പുതിയ കമന്റുകൾ. മലയാളത്തെ നിർമ്മിച്ചത് തലേക്കെട്ടുകാരാണ്. ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ബഹുമത സമൂഹത്തിന്, എന്തിനേറെ നിരീശ്വരവാദികൾക്ക് പോലും മാനുഷികമായി വിശ്വാസമുണ്ടായിരുന്ന മുസ്ലിം പ്രതീകങ്ങൾ തൊപ്പിയും തലേക്കെട്ടും തന്നെയാണ്. ആയിരുന്നു, ആണ്, ആകും എന്നും നിസ്സംശയം. കാരണം അവർ കുഴപ്പക്കാരല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. അവരെ ആശയത്തിനാണ് കാവൽ നിൽക്കുന്നത്, ആയുധത്തിനല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. തലേക്കെട്ടുകാർ കേരളത്തിൽ സംസാരിക്കുന്നത് ആശയത്തിന് വേണ്ടിയാണ്. തലേക്കെട്ടുകാർ കേരളത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആശയത്തിന്റെ സമാധാനമാണ്, ആയുധത്തിന്റെ സമാധാനമല്ല എന്ന് പൊതുസമൂഹത്തിന് അറിയാം. ഈ തലേക്കെട്ടുകാരെ കൊണ്ട് കേരളം തോൽക്കുകയല്ല, കേരളം ജയിക്കുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ, വർത്തമാനത്തിൽ നിസ്സംശയം. ചരിത്രം പരിശോധിക്കാമല്ലോ. മഹദൂം കുടുംബം പൊന്നാനിയിൽ വന്നത് മുതലുള്ള ചരിത്രം നമുക്കൊക്കെ അറിയാം. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടം മുതൽ മഹദൂം കാലഘട്ടം വരെയുള്ള ഇസ്ലാം അതിനാരാ കാവൽ നിന്നത്? കേരളത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും പരിശോധിച്ചാൽ ആരാണ്? തരിശാപ്പള്ളി ശാസന, ഇബ്നു ബത്തൂത്ത രേഖ, അൽ ബറൂനി രേഖ, ഇബ്നു റുഷ്ദ് രേഖ, ഇബ്നു മസ്ഊദി രേഖ, റഷീദുദ്ദീൻ രേഖ. ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ കേരളത്തിലെ സൂഫികളായിരുന്നു. കോഴിക്കോട്ടെ ഷെയ്ഖ് ശിഹാബുദ്ദീൻ കാസറൂനി, ഹസനുൽ മസ്താൻ, ഇബ്നു സിത്ത, ഹസനുൽ മഅബരി, മംഗലാപുരത്തെ ബഡ്കലിലെ, ഫന്തറീനയിലെ, ഏഴിമലയിലെ, കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാം ആരംഭിച്ച നാടുകളിൽ സൂഫികളുടെ ഖാൻഗാഹുകളും പർണശാലകളും അവരുടെ ഹൽക്കകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് നബികാലത്തെയും നമ്മുടെ കാലത്തെയും മുറിഞ്ഞു പോകാത്ത ആശയ ബന്ധം കൊണ്ട് കോർത്തിണക്കിയ നൂലുകൾ നെയ്യപ്പെട്ടത് എന്ന് വ്യക്തമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഷിഹാബുദ്ദീൻ കാസറൂനിയുടെ സംഭാവന ഇല്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്കിയാകുമായിരുന്നില്ല. നമ്മൾ ചരിത്രത്തിൽ കണ്ണു നട്ടുകൊണ്ടാണ് ഭാവിയിലേക്ക് നാം നോക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. ഉലമാ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, സൂഫികൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, ആ ഇസ്ലാമിനാണ്, ആ വീക്ഷണത്തിനാണ് ഈ നാടിനെയും ഈ മണ്ണിനെയും ഈ സമൂഹത്തെയും നയിക്കുവാനുള്ള പ്രാപ്തിയുള്ളത്. കേവലം അതൊരു അവകാശവാദമല്ല. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്നത് ആത്മീയവാദമാണ്. ആത്മീക പ്രസ്ഥാനം എന്നുള്ളതൊരു ഭംഗി വാക്കല്ല. നമ്മൾ ആത്മീക പ്രസ്ഥാനത്തിന്റെ ആത്മീക പ്രഭാഷകരും ആത്മീക പ്രവർത്തകരുമാണ്. ആ ഐഡന്റിറ്റിയാണ് നമ്മുടെ മുദ്ര. വിരോധങ്ങളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത, വാശിയില്ലാത്ത, പ്രതികാരങ്ങളില്ലാത്ത, പകയില്ലാത്ത, പരിഹാസമില്ലാത്ത, സംയമനത്തിന്റെ, ആശയത്തിന്റെ വാക്താക്കളാണ് നാം. അതല്ലാത്ത ഒന്നുമല്ല നാം. അതല്ലാത്തത് എന്തോ നമ്മളായാൽ നമ്മളല്ലാതെ അത് മാത്രമാണ് നമ്മുടെ പ്രസക്തി. ആത്മീയത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ,
അത് മാത്രമേ ആധുനികത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മറികടക്കുവാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ, ലിബറലിസം ആയാലും നാസ്തികതയായാലും സ്വതന്ത്ര ചിന്തയായാലും വ്യക്തി സ്വാതന്ത്ര്യവാദമായാലും ഇനി പേരില്ലാത്ത ഏതെങ്കിലും അരാജക താന്തോന്നി ജീവിതമായാലും അതൊക്കെ മുന്നോട്ട് വെക്കുന്ന മാക്സിമം ജീവിത ലക്ഷ്യം എന്താണ്? ഹാപ്പിനെസ്, ചിയർഫുൾനെസ്, കളർ വൈബ്. ഒറ്റ വാക്കിന് പറഞ്ഞാൽ ഒരു അടിച്ചാമ്പൊളി ജീവിതം ഉണ്ടാകണം. ഇതാണ് ആധുനികതയുടെ എല്ലാ ഫ്രെയിമുകളും മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം. ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ നമ്മൾ ഗോത്രകാല ജീവികളാകുന്നു. വാസ്തവത്തിൽ ഈ ആധുനികത ജീവിത വീക്ഷണത്തിന്റെ മറുപുറം ആത്മീക ജീവിത വീക്ഷണമാണ്. അതെന്ത്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് നൈമിഷികമായ ഒരു വികാരമാണ്. സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം, ആമോദം, ത്രില്ല്, വൈബ്, ത്രസം, രസം, ആമോദം, എന്ത് പേരിട്ടാലും അതൊക്കെ ആവേശത്തിൽ തുടങ്ങി അവശതയിൽ തീരുന്ന, തിടുക്കത്തിൽ തുടങ്ങി മടുപ്പിൽ അവസാനിക്കുന്ന, സുഖത്തിൽ തുടങ്ങി അസുഖത്തിൽ അവസാനിക്കുന്ന താൽക്കാലികമായ രസങ്ങളാണ്. പക്ഷേ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് അല്ല, താൽക്കാലിക രസമല്ല, മറ്റു രണ്ട് കൺസെപ്റ്റുകളാണ്. ഏതാണ് ആ മറ്റു രണ്ട് സങ്കല്പങ്ങൾ? സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രാങ്കുലിറ്റി. ഇതാണ് സ്പിരിച്വാലിറ്റി. മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് ആണെങ്കിൽ, ആധുനികത മുന്നോട്ട് വെക്കുന്നത് നൈമിഷികാസ്വാദനവാദമാണെങ്കിൽ, ഇസ്ലാമിന്റെ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നൈമിഷികാസ്വാദനമല്ല, സാറ്റിസ്ഫാക്ഷനാണ്. സംതൃപ്തി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു വികാരമാണ്. ട്രാങ്കുലിറ്റി എന്ന് പറയുന്ന ഉദാത്തമായ പ്രശാന്തി എന്ന് പറയുന്ന, തുമഅനീനത്ത് എന്ന് പറയുന്ന ഒരു വികാരമാണ്. എന്താ വ്യത്യാസം? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂലധനം, അമൂല്യമായ മൂലധനം ടൈം ഈസ് ലൈഫ്, സമയമാണ്. അപ്പൊ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നീ നിന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്ക്. ഒരു നാട്ടിൽ പ്രളയമുണ്ടായാൽ, ഭൂകമ്പമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീ ചെല്ല്. വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ റെസ്ക്യൂ ഓപ്പറേഷൻസുമായി നീ മുമ്പിൽ പോയി മാതൃക കാണിക്കൂ. വയ്യാതായി ആരെങ്കിലും റോഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുവെങ്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആശുപത്രിയിൽ എത്തിക്ക്. നീ നിന്റെ തിരക്കുകൾ മാറ്റിവെക്ക്. ഇതാണ് മതം, ഇതാണ് ഇസ്ലാം. കേരളത്തിൽ ഈ ആധുനികത സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളോ എക്സ് ഇസ്ലാം പ്രസ്ഥാനങ്ങളോ യുക്തിവാദ നാസ്തിക ലിബറൽ പ്രസ്ഥാനങ്ങളോ ഒരു തക്കാളിപ്പെട്ടിയെങ്കിലും ഡൊണേഷൻ കൊടുത്ത ചരിത്രമോ ബാനറോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രളയങ്ങൾ എത്രയുണ്ടായി? ഭൂകമ്പങ്ങൾ എത്രയുണ്ടായി? വിഷയങ്ങളും ദുരിതങ്ങളും ആദികളും പ്രശ്നങ്ങളും ഒക്കെ എത്രയുണ്ടായി? ദുരിതാശ്വാസ ക്യാമ്പിൽ വലതുപക്ഷ നാസ്തികരോ ഇടതുപക്ഷ നാസ്തികരോ എസ്എൻസോ എക്സ് ഇസ്ലാമിസ്റ്റുകളോ ആരും അറ്റ് മിനിമം ലെവൽ ഒരു തക്കാളിപ്പെട്ടി പോലും കൊടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിലും ഒരു സർക്കാർ ആശുപത്രിയിലും ഏതെങ്കിലും ഒരു നേരം ഒരു പാട്ട കഞ്ഞി വെള്ളം വെറുതെ കൊടുക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ട് വേണം. നിലവിലില്ല.
മതപ്രസ്ഥാനങ്ങളാണ്, മുൻപന്തിയിൽ മുസ്ലിം പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ അവർക്ക് ആ ബോധം എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവര് പറയുന്നൊരു ഡയലോഗുണ്ട്, ഞങ്ങൾ സർക്കാരിന്റെ ഫണ്ടിലാണ് കൊടുക്കുക. എക്സ് ഇസ്ലാമിസ്റ്റുകളൊക്കെ കൂടുതൽ പറയുന്നൊരു ന്യായീകരണമാണ്. സർക്കാരിന്റെ ഫണ്ടിൽ ഇവർ കേരളത്തിൽ ആകെ എത്രയുള്ളത്? 100 ആൾ എടുത്താൽ അതിൽ ഒരാളില്ല. 1000-ന് അര ഉണ്ടോ എന്നുള്ളത് ഇനിയും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം. ഉണ്ടാവില്ല. 10,000-ൽ അര ഉണ്ടാകും. ഗവൺമെന്റ് ഫണ്ടിന് കൊടുക്കുന്നത് പള്ളിയിൽ നിന്ന് പിരിവെടുക്കുന്നവർ തന്നെയാണ്. മതവിശ്വാസത്തെ തള്ളാനെന്ന മാർഗം സാധ്യമല്ല. ഇവിടെ കേരളത്തിലെ ജുമുഅ മസ്ജിദുകളിൽ മാത്രം നടക്കുന്ന, മുസ്ലിം പള്ളികളിൽ മാത്രം കാണുന്ന അത്ഭുതകരമായൊരു ദൃശ്യമുണ്ട്. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം പള്ളിയിലെ ഖത്തീബ് ഈ പരിപാടി ശ്രവിക്കുകയോ ശ്രദ്ധിക്കുകയോ വീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്ന ബഹുമത ഇതര പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളോ ബഹുവന്നരായ ക്രമസമാധാന പാലകരോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ശ്രദ്ധയിലേക്ക് വിനയാന്വിതമായി നമുക്ക് പുലർത്താം. എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅയ്ക്ക് ശേഷം ഖതീബ് സലാം വീട്ടിയതിനു ശേഷം അല്ലെങ്കിൽ പ്രധാന പ്രാർത്ഥനകൾ ഉരുവിട്ടതിനു ശേഷം ഖതീബ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്നത്തെ കളക്ഷൻ, ഇന്നത്തെ പിരിവ് ഒരു അമുസ്ലിം സഹോദരന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടിയാണ്. ഇന്ന് രോഗമാണ് പ്രശ്നം, വീടില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് സംഭാവനകൾ ചെയ്യണം. കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ട് കളക്ട് ചെയ്യാൻ അവിടെ എന്ന് ഖത്തീബുമാർ പറയുന്നതല്ല അത്ഭുതം. ഖത്തീബുമാർ പറയുമ്പോ ഏതെങ്കിലും ഒരു വിശ്വാസി അതെന്തിനാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നെറ്റി ചുളിക്കുകയോ മുഖം വികൃതമാക്കുകയോ ചെയ്യാതെ ഇത് തന്നെയല്ലേ നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കിയാണ് അതിന്റെ കൂടെ നിൽക്കുന്നത്. ആ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയത് തലേക്കെട്ടുകാരുണ്ടാക്കിയ സംസ്കാരമാണ്, സൂഫികൾ ഉണ്ടാക്കിയ സംസ്കാരമാണ്. അത് എക്സ് ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല, അവർക്കൊന്നും മനസ്സിലാവാത്തതുപോലെ. ഉസ്താദുമാരെ മാത്രം റോസ്റ്റ് ചെയ്യാൻ കുറെ പേരുണ്ട്. ഞാൻ ഓരോരുത്തർക്കും മറുപടി പറഞ്ഞ് അവർക്ക് കൂടുതൽ നമ്മുടെ വക ഈ മഹത്തായ വേദിയിൽ 2 വാക്ക് സമയം കൂടുതൽ നീക്കി വെക്കുകയല്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ആലോചിച്ച് നോക്കൂ, എക്സ് ഇസ്ലാം എന്ന് പറയുന്ന പദം തന്നെ എത്ര മലിനമാണ്, ബുദ്ധിദോഷമാണ്, ബുദ്ധിദൂഷ്യമാണ്. എക്സ് MLA, എക്സ് MP എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അനുഭവിച്ച നല്ല കാര്യത്തിന്റെ വാലിഡിറ്റിയും കാലാവധിയും കഴിയുമ്പോ അതിന്റെ ഓർമ്മക്ക് ബാക്കിയാവുന്ന ഒരു നല്ല ഡെസിഗ്നേഷന്റെ കൂടെയാണ് എക്സ് വരാറുള്ളത്. MP സ്ഥാനം ഒരു 5 കൊല്ലം നല്ലൊരു ടേം ആയിരുന്നു, കുറെ സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റി. ആ ഓർമ്മയിൽ എക്സ് MP, എക്സ് MLA, എക്സ് വാർഡ് മെമ്പർ, ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് എക്സ് വരാറുള്ളത്. ഇവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ടത്? ഇസ്ലാം മോശമായതുകൊണ്ട്, മുസ്ലിങ്ങൾ നല്ലവരല്ലാത്തവരായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എക്സ് ഇസ്ലാം, എക്സ് മുസ്ലിം എന്ന് പറയുന്നത്? ബിരിയാണിയെ സംബന്ധിച്ച് ആരെങ്കിലും, അല്ലെങ്കിൽ കാഷ്ടത്തെ സംബന്ധിച്ച് ആരെങ്കിലും എക്സ് ബിരിയാണി എന്ന് പറയാറുണ്ടോ? ഒരു ചർദലിനെ സംബന്ധിച്ചുകൊണ്ട് ആരെങ്കിലും എക്സ് പായസം എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഒരു മോശം കാര്യത്തിന്റെ കൂടെ അത് വെക്കില്ല. ഒരു ടെർമിനോളജിയിൽ ഒരു പ്രയോഗം നടത്തുമ്പോ അതിനൊരു സംഗതം, അതിനൊരു സാങ്കത്യം ഉണ്ടായിരിക്കേണ്ട, അത് സംഗതമായിരിക്കണം. അപ്പൊ ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. ലോകത്ത്, ഭൂമിയിൽ, നമ്മുടെ സമൂഹത്തിൽ സ്വന്തത്തിനോ അപരർക്കോ ഒരു ഉപകാരവും ഇല്ലാത്തൊരു പ്രത്യയശാസ്ത്രമാണ് മതം വിട്ടിട്ടും മതത്തിൽ ഒട്ടിപ്പോയ ഈ താൻപോരിമ വിഭ്രാന്തിക്കാരായിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം. അവരുടെ താളത്തിനത്ത് തുള്ളുന്നുണ്ട് പലരും. അതൊന്നും
വിലപ്പോവില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഈ സമൂഹത്തിന്റെ ഭദ്രതക്ക് അത് കനത്ത ആഘാതമേൽപ്പിക്കും. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും നമ്മൾ അപരിഷ്കൃതരായിരിക്കും. പക്ഷെ നാലാം ഘട്ടത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും ശരി. ഇപ്പൊ ഇന്നലെയല്ല, ഇന്ന് നമ്മൾ വായിച്ചൊരു ന്യൂസ് ഉണ്ട്. എന്താ? അമേരിക്കയിലെ ഒരു പൈലറ്റ്, ട്രാൻസ്ജെൻഡർ പൈലറ്റ്, അദ്ദേഹത്തിന് പുതിയ ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിനെ മെയിൽ കോളത്തിൽ എഴുതി പുരുഷനാക്കി കളഞ്ഞു. ട്രാൻസ്ജെൻഡർ എന്ന പട്ടികയിൽ എഴുതാൻ തയ്യാറായില്ല. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപാട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അമേരിക്കയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇനി നിയമാനുമതിയില്ല. ഇനി ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമേ ഉള്ളൂ. ട്രാൻസ്മാനും ട്രാൻസ്വുമണുമില്ല. റഷ്യയിലത് നേരത്തെ വന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളിലും. ട്രാൻസ്ജെൻഡേഴ്സിനെ ജനാധിപത്യപരമായി സംവാദാത്മകമായി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ നമ്മളെപ്പോലെയുള്ള വിഭാഗത്തെ അപരിഷ്കൃതർ, ഗോത്രകാല ജീവികൾ എന്ന് പരിഹസിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോ ഏതെങ്കിലും മീഡിയക്കാരോ അമേരിക്കയിലെയും യൂറോപ്പിലെയും റഷ്യയിലെയും ചൈനയിലെയും മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? SKSF-ന് ഈ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. ഇതാണ് നമ്മുടെ ആദർശം. ലോകം നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ശരി എന്ന് വരുന്നു. ഏറ്റവും ശക്തമായ ഇരുമ്പൊലക്ക പോലെയുള്ള നിയമങ്ങൾ ഉള്ളത് എവിടെയാണ്? മതം പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്ന രാജ്യം ചൈനയാണ്. നിവൃത്തിയില്ല. ക്രിമിനൽസും അവരുടെ ക്രൈംസും കൊണ്ട് യാതൊരു രക്ഷയുമില്ല. ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൾട്ടി, തൂക്കിക്കൊല്ലലും വെടിവെച്ച് കൊല്ലലും നടക്കുന്നത്, പോയിസൺ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് കൊലകൾ നടക്കുന്നത് ചൈനയിലാണ്. മറ്റൊരു രാജ്യം ഉത്തര കൊറിയ. കഴിഞ്ഞ കൊല്ലമോ അതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലമോ ആണെന്ന് തോന്നുന്നു, ഫെബ്രുവരി 10 മുതൽ ഒരു 4-5 ദിവസം അവിടെ ചിരിക്കാനോ കരയാനോ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ചിരിച്ചു എന്ന് തെളിഞ്ഞാൽ ശിക്ഷ, കരഞ്ഞു എന്ന് തെളിഞ്ഞാൽ ശിക്ഷ. വളരെ വിചിത്രമായ നിയമങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഫിൻലാൻഡിലാണ്. എല്ലാം മതരഹിതമായ നിരീശ്വരവാദികളുടെ രാജ്യങ്ങൾ. പക്ഷേ ലോകത്ത് ഒരു പോലീസിന്റെയോ ഒരു സൈന്യത്തിന്റെയോ ഒരു ഭടന്റെയോ ഒരു ബ്രൂട്ടാലിറ്റിയുടെയോ ആവശ്യമില്ലാത്ത വിധം ഒരു പോലീസ് പോലും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്ന നഗരങ്ങളുണ്ട്. ഇന്ത്യയിലും ഒരു നഗരമുണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. കാരണം കായൽപട്ടണം സൂഫികളുടെ പട്ടണമായിരുന്നു. ഒരു കാലത്ത് ബഗ്ദാദ് സൂഫികളുടെ പട്ടണമായിരുന്നു. രാഷ്ട്രീയ ഇസ്ലാം പിടിമുറുക്കിയപ്പോഴാണ് ബഗ്ദാദ് പട്ടാളത്തിന്റെ ബൂട്ടിന്റെ ചുവട്ടിലേക്ക് ഞെരിഞ്ഞമർന്നത്. യമനിലെ തെരീം പോലീസില്ലാത്ത നഗരമായിരുന്നു. ഏതൊക്കെ നഗരങ്ങളിലാണോ സൂഫി ഇസ്ലാമിന്റെ ആധിപത്യം ഉണ്ടായത്, ആ നഗരങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നില്ല, പട്ടാളം ഉണ്ടായിരുന്നില്ല. മദീനയിൽ അതിന്റെ ഏറ്റവും സുമോഹനമായ ഉദാഹരണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യം എന്നും എവിടെയും ബാക്കിയുണ്ടാകണം. പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ സാമൂഹികമായി വ്യക്തികളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഉണ്ടാകണം. ഒരു കാര്യം കൂടി, ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റാഗിങ്ങിന്റെ വാർത്ത വന്നപ്പോൾ നമ്മൾ പഴയ പല റാഗിങ് വാർത്തകളും ചാനലുകൾ പുറത്തിട്ടു. 24-ന്റെ ഹാഷിം താജൊക്കെ കിടന്ന് വിലപിക്കുകയാണ് തഗ് ഡയലോഗുകളിലൂടെ. എന്തേ പരിഹാരമാകുന്നില്ല? ഒരു മാസം മുമ്പല്ലേ വൈത്തിരിയിലെ സിദ്ധാർത്ഥിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തത്. നിയമത്തിന്റെ വഴിക്ക്, രാഷ്ട്രീയക്കാരുടെ വഴിക്ക്,
ക്രിമിനൽസ് അവരെ വഴിക്ക്, പൊതുജനമിതാ കരയുന്നു, തേങ്ങുന്നു, വിലപിക്കുന്നു. പരിഹാരമുണ്ടാവുന്നില്ല. കാലടി മുതൽ തലമുടി വരെ കോമ്പസ് കൊണ്ട് കൊത്തി 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 കൊല്ലാക്കുല ചെയ്യുമ്പോഴും ഈ കുരുന്നിന്റെ, ഈ കുട്ടിയുടെ ആർത്തനാദവും ഈ കുട്ടിയുടെ പ്രാണവേദനാർത്ഥമുള്ള ആ വിലാപവും കേൾക്കവയ്യാതെ കൈകൊട്ടി ചിരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സാഡിസ്റ്റുകളായിട്ടുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോ ഇരുമ്പുലക്ക പോലെയുള്ള നിയമം കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. പോലീസിംഗ് കൊണ്ടോ ഏറ്റവും ശക്തിമത്തായ ലീഗലൈസിംഗ് കൊണ്ടോ അവരെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ആധിപത്യമുള്ളവരുടെ ശരിയാണ് ലോകത്തിന്റെ ധാർമ്മികമായ ശരികളുടെ പാരാമീറ്റർ എന്ന് വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തയിൽ ഈ റാഗിംഗ് അങ്ങനെ തെറ്റാകും. ഈ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് ചോദിക്കാനുള്ളത് അതാണ്. സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ മോറൽ കൺസെപ്റ്റിലെ ഏത് പാരാമീറ്റർ, ഏത് മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് റാഗിംഗ് തെറ്റാവുന്നത്? കാരണം ആധിപത്യമുള്ളവരുടെ ശരിയാണ് സമൂഹത്തിലെ ശരി എന്ന് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് നാസ്തികത. അപ്പൊ അവരെ നിയന്ത്രിക്കാൻ ആത്മീകമായിട്ടുള്ള വഴിയാണ് അവലംബം. ധാർമ്മികമായിട്ടുള്ള മരണഭയം, പരലോക ഭയം, അത് പ്രചരിപ്പിക്കാനാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ വിദ്യാർത്ഥി പടയണി. അത് ബാക്കിയാവേണ്ടത്, അതിന്റെ ശബ്ദം ബാക്കിയാവേണ്ടത് സാമൂഹിക ഭദ്രതയിൽ താല്പര്യമുള്ളവരുടെ കൂടെ ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ആദർശ സമ്മേളനം, കുന്നമംഗലം മേഖല ആദർശ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നു. സർവശക്തനായ അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സത്താർ കയ്യും സംസാരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.